വേൾഡ് കപ്പിന് ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് നിലവിൽ ഫുട്ബോൾ ലോകം. നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്ക് വലിയ സാധ്യത തന്നെയാണ് ഫുട്ബോൾ ലോകം കൽപ്പിക്കപ്പെടുന്നത്. 2022 വേൾഡ് കപ്പ് ടീമിൽ നിന്നും ഏകദേശം 17 പേർ ഇത്തവണയും അർജന്റീനയുടെ വേൾഡ് കപ്പ് ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. അതിനെല്ലാം പുറമെ അവരുടെ പരിശീലകനായി സ്കലോണിയും നായകനായി മെസ്സിയും കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് ഇത്തവണ വളരെ വലിയ പ്രതീക്ഷയാണ് നിലവിൽ അർജന്റീനയ്ക്കുള്ളത്. ഇത്തവണയും താങ്കൾ ആ കിരീടം നിലനിർത്തുമെന്ന ആ വലിയ പ്രതീക്ഷ അത് സ്കലോണി തുറന്നു പറഞ്ഞതാണ്. ഇനി അർജന്റീനയ്ക്ക് കിരീടം നേടാനുള്ള വഴികളിൽ ഏറെ കടുപ്പമുള്ള പോരാട്ടങ്ങൾ നേരിടേണ്ടി വരും. അത് വേൾഡ് കപ്പാണ്, യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അർജന്റീനയുടെ വഴിയിലുണ്ടാകുന്ന വമ്പന്മാരെ എല്ലാം മറികടന്ന് വേണം ഇത്തവണയും അർജന്റീനയ്ക്ക് മുന്നോട്ട് കുതിക്കാൻ. അർജന്റീനയ്ക്ക് കിരീടം നേടണമെങ്കിൽ വമ്പൻ പോരാട്ടങ്ങളെയാണ് നേരിടേണ്ടി വരിക. നമുക്ക് നോക്കാം. നിലവിൽ അർജന്റീനയുടെ ഗ്രൂപ്പിലുള്ളത് അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ എന്നീ ടീമുകളാണുള്ളത്. ഗ്രൂപ്പ് റൗണ്ടിൽ അർജന്റീന അനായാസം മുന്നേറുമെന്നാണ് കരുതപ്പെടുന്നത്. ഗ്രൂപ്പ് റൗണ്ട് കഴിഞ്ഞു മുന്നേറിയാൽ അർജന്റീനക്കായി കാത്തിരിക്കുന്നത് ജീവൻ മരണ പോരാട്ടങ്ങളാണ്. നമുക്ക് ആദ്യം തന്നെ നോക്കാം. റൗണ്ട് ഓഫ് 32-ൽ അർജന്റീനക്ക് എതിരാളികളായി വരാൻ ഏറ്റവും സാധ്യതയുള്ളത് സൗദി അറേബ്യയും കപ്പ് വെർദെയുമാണ്. നിലവിൽ അർജന്റീനയേക്കാൾ താരതമ്യേന ദുർബലരായ ടീം. പക്ഷേ ഇവിടെ ഫുട്ബോളാണ്. 2022-ൽ അർജന്റീനക്ക് ആദ്യ മത്സരത്തിൽ സൗദിയോട് എന്താണ് സംഭവിച്ചത്? 2-1 എന്ന സ്കോറിന് അർജന്റീന പരാജയപ്പെടുകയായിരുന്നു ചെയ്തത്. പിന്നുള്ളത് കപ്പ് വെർദെയാണ്. ഇത്തവണ ഫുട്ബോൾ ലോകത്തെ അതിശയപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഈ വേൾഡ് കപ്പിന് യോഗ്യത നേടിയത്. 32 കടന്ന് മുന്നേറിയാൽ അർജന്റീനക്ക് റൗണ്ട് ഓഫ് 16-ലെ എതിരാളികൾ ആരായിരിക്കും? റൗണ്ട് ഓഫ് 16-ൽ ഏറ്റവും സാധ്യതയുള്ളത് ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ ഉറുഗ്വയ്ക്കാണ്. നിലവിൽ ഉറുഗ്വയ് അല്ലെങ്കിൽ അർജന്റീനയെ നേരിടുക യൂറോപ്യൻ വമ്പന്മാരായ സ്വീഡനാണ്. ഈ രണ്ട് ടീമുകളിൽ ഒന്നാകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. സ്വീഡനോ ഉറുഗ്വയോ. ഇനി അർജന്റീന ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയാൽ അർജന്റീനയെ കാത്തിരിക്കുന്നത് ജീവൻ മരണ പോരാട്ടമാണ്. അർജന്റീന ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയാൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് രണ്ട് ടീമുകൾ. നിലവിലെ ഫുട്ബോൾ ലോകത്തെ ഫേവറേറ്റ് ലിസ്റ്റിലെ ഏറ്റവും മുൻപന്തിയിലുള്ള സ്പെയിൻ നാഷണൽ ടീമും പിന്നെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ നാഷണൽ ടീമുമാണ്. ഈ രണ്ട് ടീമുകളിൽ ഒന്നിനോടായിരിക്കും ക്വാർട്ടർ ഫൈനലിൽ അർജന്റീന മത്സരിക്കാനുള്ള ഏറ്റവും വലിയ സാധ്യതയുള്ളത്. ഇനി ക്വാർട്ടറിലെ ആ വലിയ കടമ്പയും കടന്ന് സ്കലോണിയും കൂട്ടരും മുന്നോട്ട് കയറിയാൽ സെമി ഫൈനലിലും കാത്തിരിക്കുന്നത് അർജന്റീനക്ക് ജീവൻ മരണ പോരാട്ടമാണ്. ഒന്നെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ ചിരിവൈരികളായ ബ്രസീലിനെയായിരിക്കും അർജന്റീന സെമി ഫൈനലിൽ നേരിടേണ്ടി വരിക. ഒരു ശക്തമായ പോരാട്ടം തന്നെ. ഇനി ബ്രസീൽ അല്ലെങ്കിൽ അർജന്റീനയ്ക്ക് മുന്നിലുള്ളത് ഫുട്ബോൾ ലോകത്തെ കിരീടം നേടാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന യൂറോപ്യൻ വമ്പന്മാരായ ഇംഗ്ലണ്ടാണ്. ഏറ്റവും കൂടുതൽ സാധ്യത ഇംഗ്ലണ്ടിനോ ബ്രസീലിനോ ആണ്. സെമിയിൽ ഈ രണ്ട് ടീമുകളെയായിരിക്കും അർജന്റീന നേരിടുക. ഇനി സ്കലോണിയും കൂട്ടരും രണ്ടാം തവണയും വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് ടിക്കറ്റ് ഉറപ്പിച്ചാൽ അവിടെ കാത്തിരിക്കുന്നത് നിലവിലെ ലോക റണ്ണേഴ്സപ്പുകളായ ഫ്രാൻസ് ആയിരിക്കും. അർജന്റീന 2022 വേൾഡ് കപ്പിൽ തകർത്തെറിഞ്ഞ അതേ ഫ്രാൻസ്. പോരാട്ട വീര്യമൊട്ടും ചോരാത്ത ഫ്രാൻസിന് വലിയ സാധ്യതയാണുള്ളത്. നിലവിൽ ഇനി ഫ്രാൻസ് അല്ലെങ്കിൽ മറ്റാരായിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്? 2014 വേൾഡ് കപ്പിൽ അർജന്റീനയെ തകർത്തെറിഞ്ഞ ജർമ്മനിയാണ് മറ്റൊരു സാധ്യത. ഈ രണ്ട് ടീമുകളിൽ ഒന്നിനെയായിരിക്കും അർജന്റീന ഇത്തവണ ഫൈനലിലേക്ക് എത്തുകയാണെങ്കിൽ നേരിടേണ്ടി വരിക. അർജന്റീനയുടെ വേൾഡ് കപ്പിലേക്കുള്ള ഏറ്റവും സാധ്യതയുള്ള ജീവൻ മരണ ഏറ്റവും ശക്തമായ പോരാട്ടം ഇതിലേതായിരിക്കും? നിങ്ങളുടെ ഒപ്പീനിയൻ മറക്കാതെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്തവണ അർജന്റീനക്ക് സകല കടമ്പകളും കടന്ന് മുന്നോട്ട് കയറാൻ സാധിക്കുമോ? കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്കിനിയും കാണാം. ഗുഡ് ബൈ.